നമസ്കാരം പ്രിയപ്പെട്ടവരെ. വിഷു ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണല്ലോ. ഈ വർഷത്തെ വിഷു വരുന്നത് ഏപ്രിൽ 14-ാം തീയതിയാണ്. കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 30-ാം തീയതി ഞായറാഴ്ച രാത്രി 3:21 അതായത് ഉദയാൽപരം 52 നാഴിക 40 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം 1-ാം പാദത്തിങ്കിലാണ് മേടരവി സംക്രമം വരുന്നത്. അതായത് ഏപ്രിൽ 14-ാം തീയതി പുലർന്നു വരുമ്പോൾ തിങ്കളാഴ്ച ദിനത്തിലാണ് ഈ വർഷത്തെ വിഷു വരുന്നത്. പകലും രാത്രിയും തുല്യമായ ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. മലയാളികൾക്ക് ഒരു പുത്തൻ വർഷത്തിന്റെ തുടക്കം കൂടിയാണ് വിഷു. വിഷു മുതൽ 10-ാം ഉദയം വരെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില ദാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വിഷു തുടങ്ങി 10 ദിവസത്തിനുള്ളിൽ ചെയ്യുന്ന ദാനങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധിയുണ്ട് എന്നാണ് വിശ്വാസം. എന്നാൽ ഏതൊരു ദാനവും ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ എന്നൊരു ശാസ്ത്രവും കൂടിയുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന വസ്തു ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കൊടുക്കണം. അത് ആവശ്യമുള്ളവർക്ക് മാത്രം ദാനം ചെയ്യുക. ആ ദാനം കൊണ്ട് മാത്രമേ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ആ ദാനം ഏറ്റുവാങ്ങുന്ന ആള് മനസ്സിന് പൂർണ്ണ തൃപ്തിയോടെ കൂടി അത് ഏറ്റുവാങ്ങുകയും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ദാനം പൂർണ്ണമാവുകയുള്ളൂ. രാവിലെ കുളിച്ച് നിലവിളക്ക് തെളിയിച്ച ശേഷം കിഴക്കിന് അഭിമുഖമായി നിന്ന് വേണം ദാനം കൊടുക്കാൻ. ആദ്യത്തെ ദാനം ഗോദാനമാണ്. നമ്മുടെ പാപശാന്തിക്ക് വേണ്ടിയാണ് ഗോദാനം കൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അറിയാതെ ചെയ്തു പോയ ഏതെങ്കിലും പാപങ്ങളുടെ ഭാരം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നതിനായിട്ട് നമുക്ക് ഗോദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പശുവിനെയൊക്കെ ദാനം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സാമ്പത്തികമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിയാത്തവർക്ക് ഒരു പശുവിൻ്റെ രൂപം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു രൂപം വാങ്ങിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അതും ഗുണകരമാണ്. അല്ല, നിങ്ങൾക്ക് പശുവിനെ തന്നെ ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു കുഞ്ഞു പശുക്കുട്ടിയെ വാങ്ങി അത് അർഹിക്കുന്ന ഒരാൾക്ക് ദാനമായി നൽകുക. അത് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു ദാനമാണ്. അടുത്തത് എള്ള് ദാനം ചെയ്യുക. ശനിദോഷ ശാന്തിക്കായിട്ടാണ് എള്ള് ദാനം ചെയ്യുന്നത്. എള്ള് ദാനം ചെയ്യുന്നതിനായിട്ട് എള്ള് ഒരു കിഴി കെട്ടി ദാനമായി നൽകുക. അത് സാധിക്കാത്തവർക്ക് ശാസ്താക്ഷേത്രത്തിൽ ഒരു കിഴി എള്ള് സമർപ്പിക്കാവുന്നതാണ്. ഇതും ഫലപ്രദമാണ്. ഗൃഹത്തിന്റെ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമായിട്ട് വസ്ത്രം ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. വസ്ത്രദാനം അർഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്തുകൊണ്ടും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തതായി മോക്ഷലബ്ധിക്കായിട്ട് സാളഗ്രാമം ദാനം ചെയ്യാവുന്നതാണ്. സാളഗ്രാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു പ്രത്യേകതരം കല്ലാണ്. നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. ആ കല്ല് മേടിച്ച് അത് അർഹിക്കുന്ന ഒരാൾക്ക് ദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോ ഗുണപ്രദമാണ്. ഇനി എന്തെങ്കിലും ശാപങ്ങളോ മറ്റോ ഒക്കെ നമുക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ശാപം നീങ്ങുന്നതിന് വേണ്ടിയായി ശിവലിംഗം ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ശിവലിംഗം ദാനം ചെയ്യുന്നതിനായിട്ട് യോഗ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്താനായില്ലെങ്കിൽ ഒരു ചെറിയ ശിവലിംഗം വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ബ്രാഹ്മണ ശാപം നീങ്ങുന്നതിനായിട്ട് നമുക്ക് രുദ്രാക്ഷം ദാനമായി നൽകാവുന്നതാണ്. യോഗ്യനായ ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന് രുദ്രാക്ഷം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ രുദ്രാക്ഷം സമർപ്പിക്കുന്നതിലൂടെയും ഇതേ ഫലസിദ്ധി കൈവരുന്നതാണ്. അടുത്തതായിട്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും കാര്യസിദ്ധിക്കും വേണ്ടിയിട്ട് പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ യോഗ്യരായ ഒരു വ്യക്തിയെ കണ്ടെത്തി പഴവർഗ്ഗങ്ങൾ ദാനം ചെയ്യുന്നത് കാര്യസിദ്ധിക്ക് വളരെ ഉത്തമമാണ്. അടുത്തത് മുജ്ജന്മ ദുരിതങ്ങൾ മാറുന്നതിനും മനഃശാന്തിക്കും വേണ്ടി വെള്ളി ശംഖ് ദാനമായി നൽകാവുന്നതാണ്. സ്വർണ്ണക്കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഈ വെള്ളി കെട്ടിയ ശംഖ് ഉണ്ടായിരിക്കും. അത് ലഭിക്കാത്തവർക്ക് ശംഖിന്റെ ഒരു രൂപം വാങ്ങി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഗുണകരമാണ്. അടുത്തതായി ശത്രുദോഷ ശാന്തിക്കായിട്ട് കൂവളച്ചെടി ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അടുത്തത് മോക്ഷലബ്ധിക്കായി തുളസി ചെടി ദാനം ചെയ്യുന്നത് ഗുണപ്രദമാണ്. മിക്കവരുടെ വീട്ടിലും തുളസി ചെടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ദാനമായി നൽകുന്നത് വളരെ ഗുണപ്രദമാണ്. അടുത്തതായി ധന ഐശ്വര്യ ലബ്ധിക്കായിട്ട് നെല്ലിച്ചെടി ദാനമായി നൽകുന്നത് വളരെയേറെ ഗുണപ്രദമാണ്.
നെല്ലിച്ചെടി നമുക്ക് കൃഷിഭവനിൽ നിന്നുമൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ദാനമായി നൽകുന്നത് ഗുണപ്രദമാണ്. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശാന്തിക്കും ആരോഗ്യവർദ്ധനയ്ക്കും വേണ്ടി ആര്യവേപ്പ് ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. അടുത്തതായി ഗുരുശാപശാന്തിക്കായിട്ടും ശാപദോഷ ശമനത്തിനുമായിട്ട് തെങ്ങിൻ തൈ ദാനം ചെയ്യുന്നത് ഗുണപ്രദമാണ്. ഗുരുക്കന്മാരിൽ നിന്നോ മറ്റോ എപ്പോഴെങ്കിലും ശാപം ലഭിക്കാനിടയായാൽ അത് പിറക്കം തലമുറയെയും ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശാപം നിങ്ങൾക്ക് ലഭിക്കാനിടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തെങ്ങിൻ തൈ അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുത്ത് ആ ശാപത്തിൽ നിന്ന് മോചിതനാവേണ്ടതാണ്. അടുത്തതായിട്ട് സ്ത്രീ ശാപശാന്തിക്കായി താലിയും പട്ടും ദാനം ചെയ്യുന്നത് വളരെയേറെ ഉത്തമമാണ്. അപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും സ്ത്രീകളുടെ നിന്ന് എപ്പോഴെങ്കിലും ഒരു ശാപവാക്ക് ഏറ്റുവാങ്ങേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിൽക്കാലത്തെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റവും ഉണ്ടാവില്ല. ചില പെൺകുട്ടികൾക്കൊക്കെ അത്തരത്തിലൊരു ശാപം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം വിവാഹം നടക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും താലിയും ഒരു പട്ടുപുടവയും വാങ്ങി അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ദാനം ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും. അതിന് സാധിക്കാത്തവർക്ക് ഒരു താലിയും പട്ടും വാങ്ങി ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഗുണപ്രദമാണ്. അടുത്തത് സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനലബ്ധിക്കായി പാൽപ്പായസം ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. കുഞ്ഞു കുട്ടികൾക്ക് പാൽപ്പായസം ദാനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്തതായിട്ട് പാപശമനത്തിനായി അന്നദാനം ചെയ്യുന്നത് ഗുണപ്രദമാണ്. അന്നദാനം ഏറ്റവും പ്രധാനപ്പെട്ട ദാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രത്തിലെ അന്നദാനമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ അന്നദാനമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾക്ക് അന്നദാനമായിട്ടോ ഒക്കെ നൽകാവുന്നതാണ്. അടുത്തത് രോഗശാന്തിക്കായിട്ട് രക്തചന്ദനം ദാനമായി നൽകാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കടയിൽ നിന്നും രക്തചന്ദനത്തിൻ്റെ തടി കിട്ടുന്നതായിരിക്കും. അത് വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഗുണപ്രദമാണ്. അടുത്തത് ശാപശാന്തിക്കായിട്ട് സ്വർണം ദാനം ചെയ്യുന്നത് ഗുണപ്രദമാണ്. സ്വർണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, വലിയ സ്വർണം തന്നെ കൊടുക്കണമെന്നില്ല. അതിൻ്റെ ചെറിയൊരു പൊട്ടുപോലുള്ള ഇത് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അത് വാങ്ങി ദാനം ചെയ്താലും മതിയാവും. അല്ല എങ്കിൽ അത് വാങ്ങി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് സർവ്വ ദുരിതങ്ങളും അകറ്റുന്നതിനായിട്ട് വെള്ളി ദാനം ചെയ്യുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. ഇതും സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും. വെള്ളിയിലുള്ള ആൾരൂപമോ മറ്റോ വാങ്ങി അത് നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ദാനങ്ങളെല്ലാം തന്നെ വിഷു മുതൽ 10-ാം ഉദയം വരെ ചെയ്യാൻ പറ്റുന്ന ദാനങ്ങളാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെയേറെ ഫലസിദ്ധി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.